चलिए धन्यवाद। अब सवाल फैब्रिकेट हो रहे हैं। तुम बंगाल की चिंता करो भैया, मेरी पार्टी की क्यों चिंता कर रहे हो? നമസ്കാരം, എല്ലാവർക്കും JP ടോക്സിന്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഓരോ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികളെയാണ് ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇത്തരത്തിൽ സംസാരിക്കുന്ന, ഇത്തരം ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു ആളെ നിങ്ങൾക്ക് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും കാണാൻ സാധിക്കുകയില്ല. കൊൽക്കത്തയിൽ അമിത്ഷാ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് ഇവ. ആദ്യം ഇയാൾ മമതാ ബാനർജിയുടെ ഭരണത്തിൽ ബംഗാൾ എത്രത്തോളം പിന്നിൽ പോയി എന്നും എത്രയേറെ നുഴഞ്ഞുകയറ്റക്കാരാണ് ബംഗാളിൽ എത്തിയത് എന്നും സംഘികളുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരിന് ഭരണം നൽകുകയാണെങ്കിൽ ബംഗാളിനെ എങ്ങനെയാണ് വികസിപ്പിക്കാൻ പോകുന്നത് എന്നും അരമണിക്കൂർ സംസാരിച്ചു. അതിനുശേഷമാണ് പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന കേട്ടാൽ അറയ്ക്കുന്ന മറുപടികളും വെറുപ്പ് തോന്നുന്ന മുഖഭാവങ്ങളും നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബംഗാളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മോദിയുടെ സെലക്ഷൻ കമ്മീഷനെ വെച്ച് വളരെയേറെ ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത് കള്ളവോട്ടുകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെയും ബംഗാൾ പിടിച്ചടക്കാനാണ് മോദിയും കൂട്ടരും പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കൊൽക്കത്തയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ പത്രസമ്മേളനം നടത്തുകയും അതിനുശേഷം പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്ന് പറയുന്നത് പരിപൂർണമായി തെറ്റാണ്. കാരണം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയാതെ വെകിടത്തരം കാണിക്കുകയും കേൾപ്പിക്കുകയുമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ചെയ്തത്. ഇവിടെ ആദ്യം ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ഇയാളുടെ മറുപടിയും കേൾക്കാം. गृहमंत्री जी नमस्कार, राजू चक्रवर्ती वर्तमान। मेरा दो प्रश्न है। एक करो। अच्छा 2014 के बाद आप जब पार्टी और एडमिनिस्ट्रेशन में बहुत सारे संस्कार लाए, 75 साल के बाद कोई भी लीडर या फिर मंत्री हो उसको मार्गदर्शक के भूमिका में जाना पड़ता है। तो आपको क्या लगता है अभी हाईएस्ट लेवल पे जो भी है पार्टी या फिर एडमिनिस्ट्रेशन में, वो 75 साल हो गया, उसको अपने आप वानप्रस्थ में जाना चाहिए? चलिए मैं बुलाकर आपको बताऊंगा। तुम बंगाल की चिंता करो भैया, मेरी पार्टी की क्यों चिंता कर रहे हो? പത്രലേഖകൻ ആദ്യം പറയുന്നത് എനിക്ക് 2 ചോദ്യങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അമിത്ഷാ ഒരു ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. 2014 ശേഷം നിങ്ങൾ പാർട്ടിയിൽ വളരെയേറെ ചേഞ്ചസ് വരുത്തി. 75 വയസ്സ് പൂർത്തിയായ അതിനുശേഷം ഏത് മന്ത്രിയാണെങ്കിലും നേതാവാണെങ്കിലും മാർഗദർശൻ മണ്ഡലിൽ പോകാൻ നിർബന്ധിതരായി. ഇപ്പോൾ പാർട്ടിയിലോ ഭരണത്തിലോ ഉന്നതത്തിലുള്ള ആളുകൾ സ്വയം വാനപ്രസ്ഥത്തിൽ പോകണമെന്നാണോ നിങ്ങളുടെ നയം? അതിന് അമിത്ഷായുടെ മറുപടി, ആ കാര്യം വിട്, ഞാൻ നിന്നെ നേരിട്ട് വിളിച്ചു പറയാം. നീ ബംഗാളിനെ കുറിച്ച് വിഷമിക്കൂ, എന്റെ പാർട്ടിയെക്കുറിച്ച് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ആദ്യം തന്നെ പത്രലേഖകന് 2 ചെറിയ ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ, അതിന് മറുപടി പറയാൻ അയാൾ സൗമനസ്യം കാട്ടിയില്ല. പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, അതുകൊണ്ട് എത്ര വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇനി ചോദിച്ച ഒരു ചോദ്യത്തിന് സംസ്കാരപൂർണമായ ഒരു മറുപടി പറയാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അതിനു പകരം മുഖത്ത് ഒരു വെകിടൻ ഭാവം വരുത്തി ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. രാജ്യത്തെ ഭരണത്തിന്റെ 2ാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോട് പത്രലേഖകർ ചോദിക്കുമ്പോൾ ഇതാണ് അയാളുടെ പ്രതികരണം. ഇനി അടുത്ത ചോദ്യവും അതിനുള്ള മറുപടിയും കേൾക്കാം. अमित जी, अभी आपने वंदे मातरम की चर्चा का जिक्र किया, लेकिन उसके साथ में जो है एक चर्चा और हुई थी जी राम जी, जो अभी कानून की शक्ल ले चुका है। उस दौरान भी जो है ममता बनर्जी और अभिषेक बनर्जी लगातार ये कहते रहे कि सरकार, केंद्र सरकार से फंड ही नहीं आता तो हम विकास कैसे करें, वो फंड रोकना और उसका विरोध किया। देखिए भाई, इनके विरोध को अब देश में कोई गंभीरता से नहीं ले रहा है। अगर कोई एक स्टेटमेंट भारत सरकार करेगी कि भारत देश कोई भी क्षेत्र में सबसे पहले आएगा, तो भी ये विरोध करेंगे। विरोध उनका स्वभाव हो चुका है। इनके विरोध को कोई गंभीरता से नहीं ले रहा है, ना जमीन पर इसका कोई विरोध का असर दिख रहा है। പത്രലേഖകൻ ചോദിക്കുന്നത്, നിങ്ങൾ വന്ദേമാതരത്തെക്കുറിച്ച് ചർച്ച നടത്തിയതിനെ കുറിച്ച് പ്രതിപാദിച്ചു, അതേസമയം തന്നെ നിങ്ങൾ കൊണ്ടുവന്ന ജി റാംജിയെ കുറിച്ച് ചർച്ച നടത്തി. ആ സമയത്ത്
മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും തുടർച്ചയായി പറഞ്ഞത് സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് നൽകേണ്ട പണം നൽകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വികസനം നടത്തുന്നത്? അതിന് അമിത്ഷായുടെ മറുപടി, നോക്കൂ സഹോദര, അവരുടെ പ്രതിഷേധം രാജ്യത്ത് ആരും കാര്യമായി എടുക്കുന്നില്ല. ഇന്ത്യ ഏതെങ്കിലും കാര്യത്തിൽ മുൻപന്തിയിലെത്തിയെന്ന് സർക്കാർ പറയുകയാണെങ്കിൽ അതിനെയും ഇവർ എതിർക്കും. എതിർക്കുക എന്നുള്ളത്, വിമർശിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. അവരുടെ എതിർപ്പ് ആരും കാര്യമായി എടുക്കുന്നില്ല. അവരുടെ പ്രതിഷേധത്തിന് ഗ്രൗണ്ടിൽ യാതൊരു പ്രതിഫലനവുമില്ല. അത് പറയുമ്പോഴും അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചോ? രാജ്യം ഭരിക്കുന്നവർ പ്രൊഫഷണൽ ആയിരിക്കണം. പ്രൊഫഷണൽ ആയ മറുപടി ആയിരിക്കണം അവർ നൽകേണ്ടത്. സർക്കാരിന് നൽകേണ്ട തുക എത്രയാണ്, ആ തുക ഞങ്ങൾ നൽകിയെന്ന് കണക്ക് സഹിതം പറയുകയാണ് വേണ്ടത്. എന്നാൽ സർക്കാരിന് നൽകേണ്ട തുക നൽകാത്തതിനാലും കണക്ക് അറിയത്തില്ലാത്തതിനാലും സംസ്കാരം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതിനാലും ഇത്തരത്തിൽ സംസാരിക്കാനേ അയാൾക്ക് അറിയൂ. പറഞ്ഞത് തെറ്റാണെങ്കിൽ കണക്കുകൾ സഹിതം പറയണം. അവർ പറയുന്നത് തെറ്റാണ്, അവർക്ക് ലഭിക്കേണ്ട തുക ഇത്രയായിരുന്നു, ഞങ്ങളത് കൃത്യമായി നൽകിയെന്ന്. ഇനി മൂന്നാമത്തെ ചോദ്യവും അതിന് പറയുന്ന മറുപടിയും കേൾക്കാം. सर, आपने सबसे पहले ही घुसपैठियों की बात की है, जो सबसे बड़ा मुद्दा देश के लिए भी है और खासकर पश्चिम बंगाल जिस तरह से बांग्लादेश का अभी मौजूदा हालात है उसको देखते हुए। लेकिन जो सवाल आपने किया है उस पे प्रतिक्रिया ये मिलती है कि बीएसएफ तो केंद्र के अधीन है, आखिर ये विरोधाभास तुम कहाँ भाभी जी को याद करते थे? मैंने पहले ही जवाब दे दिया। बीएसएफ जब तक फेंसिंग नहीं होती है तब तक बीएसएफ सुरक्षा नहीं कर सकती है। बीएसएफ को भूमि देनी पड़ेगी फेंसिंग के लिए भारत सरकार को। मेरे स्तर पर मैंने 7 पत्र लिखे ममता बनर्जी को। ये 6 साल के अंदर 3 बार गृह सचिव यहां आकर मीटिंग कर कर गए चीफ सेक्रेटरी से। मैं पूछना चाहता हूं तृणमूल कांग्रेस की सरकार को, जमीन देने में क्या डर है? कि आपकी कोई रिस्पॉन्सिबिलिटी नहीं है या आप घुसपैठ होने देना चाहते हो? താങ്കൾ നുഴഞ്ഞുകയറ്റക്കാരുടെ കാര്യം പറഞ്ഞു. അത് രാജ്യത്തെ ഏറ്റവും വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ. എന്നാൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ BSF, അതായത് അതിർത്തി സംരക്ഷിക്കുന്ന സേന, കേന്ദ്രത്തിന്റെ കീഴിലാണ്. ഇത്രയും പറയുമ്പോഴേക്കും പതിവ് ഊളം ചിരിയുമായി അയാളെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുകയും വഷളൻ മറുപടി പറയുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഭാബിജിയുടെ ഓർമ്മയിലാണോ എന്ന് ചോദ്യം. അതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാർ എത്തുന്നുണ്ടെങ്കിൽ അത് ഇയാളുടെ പരാജയമാണ്, മോദിയുടെ പരാജയമാണ്, കേന്ദ്ര സർക്കാരിന്റെ പരാജയമാണ്. എന്നാൽ ഇയാൾക്കറിയാം ഇയാളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ലെവലേശം വിവേകമില്ലാത്തവർ ആണെന്നും എന്തു വിഡ്ഢിത്തം പറഞ്ഞാലും അവർ കണ്ണുമടച്ച് വിഴുങ്ങുമെന്നും. പിന്നീട് തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. അതിർത്തിയിൽ വേലി കെട്ടിയില്ലെങ്കിൽ BSFന് അതിർത്തി സംരക്ഷിക്കാൻ കഴിയില്ല. വേലി കെട്ടുന്നതിന് BSFന് ഇന്ത്യൻ സർക്കാരിന് സ്ഥലം നൽകണം. ഞാൻ സ്വയം മമതാ ബാനർജിക്ക് 7 കത്തുകൾ എഴുതി. 7 വർഷത്തിൽ ചീഫ് സെക്രട്ടറിയുമായി ചേർന്ന് 3 പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തി. ഞാൻ തൃണമൂൽ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സ്ഥലം നൽകുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർ വരാൻ ആഗ്രഹിക്കുകയാണോ? അതായത് കേന്ദ്ര സർക്കാർ അതിർത്തിയിൽ വേലി കെട്ടാൻ സ്ഥലം ചോദിച്ചിട്ട് മമതാ ബാനർജി കൊടുത്തില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ലോകത്തിൽ മന്ദഭക്തർക്കൊഴികെ 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് അറിയാം തെറ്റാണ് എന്ന്. കേന്ദ്ര സർക്കാരിന് ഏതൊരു കാര്യത്തിനും ഭൂമി ആവശ്യമുണ്ടെങ്കിൽ നിസ്സാരമായി ഏറ്റെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു സംസ്ഥാന സർക്കാരിനും അത് തടയാനാവില്ല, പ്രത്യേകിച്ച് അതിർത്തിയിൽ വേലി കെട്ടുന്നതിന്. അത് മാത്രവുമല്ല, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ നിറയെ നുഴഞ്ഞുകയറ്റക്കാർ ആണ് എന്നാണ് മോദിയും ഇയാളും പറഞ്ഞത്. കഴിഞ്ഞ 20 വർഷമായി ഇവർ ഭരിക്കുന്ന ബീഹാറിൽ എങ്ങനെയാണ് അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ വന്നത് എന്ന് വിവരമുള്ള ഏവരും ചോദിച്ചു പോകും. ഇനി അടുത്ത ചോദ്യം കേൾക്കുമ്പോഴേ ഇയാൾ എഴുന്നേറ്റ് ഓടിപ്പോകുന്ന മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. सभी को तो इस साल 26 के चुनाव के पहले अब सुने नहीं, मैं कहा 2/3 बहुमत के साथ सरकार बनाएंगे, 2/3 मेजोरिटी के साथ सरकार बनाएंगे, तो टारगेट हो ही गया। चलिए धन्यवाद। अब सवाल फैब्रिकेट हो रहे हैं। പത്രലേഖകൻ ചോദിക്കുന്നത്, എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും മുൻപ് നിങ്ങൾ ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് മുൻപ്
ബംഗാളിൽ വരുമ്പോൾ ഒരു ടാർഗറ്റ് നൽകും BJP നേതാക്കൾ. ഈ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് ടാർഗറ്റ് ഒന്നും നൽകിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ, 3-2 ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന്. അതിനുശേഷം ഇപ്പോൾ ചോദ്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് നന്ദി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നു. രാജ്യത്ത് ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ പത്രസമ്മേളനത്തിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ കണ്ടതും കേട്ടതും. ലോകത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ വെകിടത്തരം പറയുന്ന സംസ്കാരശൂന്യരായ ഭരണകർത്താക്കൾ ഉണ്ടോ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ അപമാനകരമല്ലേ ഇത്തരം ഭരണകർത്താക്കൾ? മന്ദഭക്തരിൽ ഒരാൾക്കെങ്കിലും തോന്നുമോ ഇയാളുടെ ഈ സംസാരവും പ്രവൃത്തിയും സംസ്കാരമില്ലാത്തതാണ്, രാജ്യത്തിന് അപമാനകരമാണ്, ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സംസാരിക്കുവാനോ പെരുമാറുവാനോ പാടില്ല എന്ന് ഒരാൾക്ക് പോലും തോന്നുകയില്ല എന്ന് മാത്രമല്ല, മറിച്ച് മന്ദഭക്തർ എല്ലാം ഇത് കണ്ട് കോൾമയിർ കൊള്ളുകയേയുള്ളൂ. കാരണം അവരും ഇയാളെപ്പോലെ തന്നെ സംസ്കാരവും വിവേകവും ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ്. ഇന്ത്യ ഇതിനേക്കാളും മികച്ച ആളുകളെ അർഹിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?